അലക്സാണ്ടർ ജേക്കബ് IPS എന്ന് പറയുന്ന ജയിൽ ADGP ആയി വിരമിച്ച് ഇന്ന് ഒരുപാട് വേദികളിൽ പ്രസംഗിക്കുന്ന ഒരാളെ നമുക്കറിയാലോ. മുൻ ജയിൽ ADGP ആണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ജയിൽ ചപ്പാത്തി നിർമ്മാണം ആരംഭിച്ചത്. അതിന് കാരണം പറഞ്ഞത് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബദർ യുദ്ധത്തിന് ശേഷമുള്ള പ്രവാചകരുടെ ചില പ്രവർത്തനങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിനത് പ്രചോദനം നൽകപ്പെട്ടത് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു ഡെഡ് ബോഡിയുടെ മുമ്പിലെത്തുമ്പോൾ പോലീസ് ക്യാപ്പ് എടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതൊരു ആദരവാണ്. ഞാൻ നോക്കുന്നത് ഒരു മയ്യത്ത് കൊണ്ടുപോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് നിന്ന പാരമ്പര്യത്തിൽ നിന്നാണ് ആ ബഹുമാനം ഉണ്ടായത് എന്ന് അലക്സാണ്ടർ ജേക്കബ് IPS എന്ന് പറയുന്ന മുൻ ജയിൽ ADGP ആയിരുന്ന വ്യക്തി ഇപ്പോഴും അദ്ദേഹം ഹയാത്തിലുണ്ട്, ജീവിതത്തിലുണ്ട്, ജീവനോടെയുണ്ട്. കരുനാഗപ്പള്ളിയിലെ ഒരു പരിപാടി നബിദിന സമ്മേളനം. ആ സമ്മേളനത്തിൽ നബിദിന പ്രഭാഷണം എന്റേതും മുഖ്യ പ്രഭാഷണം അദ്ദേഹത്തിന്റേതുമാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്ന ആ വാക്കുകൾ ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞത് ഞാനൊരു ക്രിസ്ത്യാനിയാണ്. എന്റെ നാട് പത്തനംതിട്ട ജില്ലയിലെ പത്തനംതിട്ട ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും ബോർഡർ ആകുന്ന ഒരു പ്രദേശത്താണ്. അദ്ദേഹം പറയുന്നു ആ സ്ഥലത്ത് മുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്നില്ല. മുസ്ലിമീങ്ങൾ ഇല്ലാതിരുന്നപ്പോൾ അതൊരു കുറവായി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ കുറച്ച് മുസ്ലിമീങ്ങളെ വിളിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലും ഞങ്ങൾ അതിന്റെ അഭ്യർത്ഥനകൾ അയച്ചു. അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് ഇവിടെ വസ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങൾ ഓരോ കുടുംബങ്ങളായി ഞങ്ങളുടെ ആ പ്രദേശത്ത് വന്ന് വീട് വെക്കാൻ തുടങ്ങി. ഇന്ന് മുസ്ലിമീങ്ങൾ ഈക്വലായി മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സമ്മിശ്രമായി ജീവിക്കുന്ന ഒരു നല്ല നാടായി ഞങ്ങളുടെ നാട് മാറി. മുസ്ലിമീങ്ങളെ താമസിക്കാനില്ലാത്തതിന്റെ പേരിൽ ഒരു കുറവായി കണ്ടിരുന്ന ഒരു കേരള നാട്ടിലാണ് നമ്മളുള്ളത്. വളരെ സന്തോഷമാണ് നമ്മുടെ നാട്ടുകാർക്ക് മുസ്ലിം പള്ളിയൊക്കെ ഉള്ളത്. നമ്മുടെ പള്ളിയിലെ ബാങ്ക് ആർക്കാണ് അരോചകം? നമ്മക്കാണ് അരോചകം. ഹൈന്ദവ സഹോദരങ്ങൾക്ക് അത് അരോചകമല്ല, അതവർക്കൊരു അലാറമാണ്. അല്ലേ? സുബഹിയുടെ ബാങ്ക് കേൾക്കുമ്പോഴാണ് എല്ലാരെയും വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നത്. എണീക്ക്, നേരം വെളുത്തു എന്ന് ഹിന്ദുക്കളും പറയും, ക്രിസ്ത്യാനികളും പറയും. ഉച്ചയുടെ ബാങ്ക്, ലോഹറിന്റെ ബാങ്ക് കേൾക്കുമ്പോഴാണ് ഓഫീസ് ജോലിയുള്ള ആളുകളൊക്കെ പറയുന്നത് ഉച്ചയൂണിന്റെ സമയമായി. അസറിന്റെ ബാങ്ക് കേൾക്കുമ്പോഴാണ് ഓഫീസ് ടൈം അവസാനിക്കാറായി എന്ന് മനസ്സിലാവുന്നത്. മഗ്രിബിന്റെ സമയമാകുമ്പോഴാണ് ബാങ്ക് കേൾക്കുമ്പോഴാ അവർക്ക് മനസ്സിലാകുന്ന സന്ധ്യാസമയം, സന്ധ്യാദീപം തെളിയിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ് മക്കളൊക്കെ അകത്ത് കയറ്റുന്ന സമയമതാ. ഇശാഇന്റെ ബാങ്ക് കേൾക്കുമ്പോഴാണ് കിടക്കാനുള്ള ടൈമായി എന്ന് അവരും മനസ്സിലാക്കുന്നത്. ഇത് കേരളീയ സമൂഹത്തിന്റെ ഒരു പ്രത്യേക സ്വഭാവമാണിത്. ഇതൊരു മേന്മയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്ക്, ഇസ്ലാമിന്റെ സംസ്കാരത്തിന്റെ മേൽ ഇന്ന് നാടിന്റെ നാനാഭാഗത്തു നിന്നും ശത്രുക്കൾ ഇസ്ലാമിനെതിരെ കടന്നാക്രമണം നടത്തിയിട്ട് ഇസ്ലാമിനെ നശിപ്പിക്കാൻ നിൽക്കുന്ന ഒരു കാലമാണ്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടിവരയിട്ട് കൊണ്ട് പറയാൻ, നിങ്ങൾ വളരെ സാഗൂതം ഇത് കേൾക്കണം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. നമ്മൾ തന്നെ ചിന്തിക്കും, ഇവിടെ എവിടെ നിന്നൊക്കെയാണ് ഇസ്ലാമിനെതിരെ ആളുകൾ വരുന്നത്? ആരൊക്കെയാ ഇസ്ലാമിനെതിരെ? അവർക്ക് ഇസ്ലാമിന്റെ സംസ്കാരങ്ങളോട് വല്ലാത്ത ഒരു അവഗണനയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാല് ഭാഗത്ത് നിന്നും ഇസ്ലാമിന്റെ ശത്രുക്കൾ എരച്ചു കയറി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. അത് ഹിന്ദുക്കൾക്കും അറിയാം. അവര് തന്നെ പറയാറുണ്ട്, പാവം ഈ മുസ്ലിമീങ്ങളെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് അവര് തന്നെ പറയുന്നുണ്ട്. ഈ കാലഘട്ടം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ അതേ കാലഘട്ടമാണ്. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, അള്ളാന്റെ റസൂല് പറയുകയാണ്, ഒരു വലിയ ഭക്ഷണത്തളിക കൊണ്ടുവെക്കുമ്പോൾ അതിനകത്ത് രുചികരമായ ആസ്വാദ്യകരമായ ഭക്ഷണം വിളമ്പി വെക്കുമ്പോൾ അതിലേക്ക് ഇരിക്കുന്ന ആളുകൾ നാല് ഭാഗത്ത് നിന്ന് കൈ വിളിക്കും പോലെ, കൈ ഇറക്കുന്നത് പോലെ ഒരു വലിയ ഭക്ഷണത്തളികയാണ് അന്നിരിക്കട്ടെ. വിശാലമായ വീതിയുള്ള ഒരു വലിയ ഭക്ഷണത്തളികയാണ്. അതിൽ ഭക്ഷണം നല്ല രുചികരമായ ഭക്ഷണമാണ് വെക്കുന്നത്. ആ സമയത്ത് ഇരിക്കുന്ന ആളുകളല്ല ഓടി വന്ന് നാല് ഭാഗത്ത് നിന്ന് ഇങ്ങനെ കൈ അതിലേക്ക് വെക്കുന്നത് പോലെ ഇസ്ലാമിലേക്ക് നാല് ഭാഗത്ത് നിന്ന് ശത്രുക്കൾ കടന്നാക്രമിക്കുമെന്ന കാലം വരുമത്രേ. ആ സമയത്ത് സഹാബാക്കൾ ചോദിക്കുകയാണ്, അവമിന് യാ റസൂലല്ലാഹ്, ഞങ്ങൾ അന്ന് ന്യൂനപക്ഷമായിരിക്കുമോ നബിയെ? അന്ന് ഞങ്ങൾ വളരെ കുറവായിരിക്കുമോ റസൂലേ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്നകും യൗമഇദിന കസീറൂൻ, അന്ന് നിങ്ങൾ ഭൂരിപക്ഷം തന്നെയാണ്, ധാരാളം മുസ്ലിമീങ്ങൾ ഉണ്ടാകും. പക്ഷേ വലാകിന്നകും ഗുസാഉൻ കഗുസാഇ സൈൽ, മലവെള്ളപ്പാച്ചിലിലെ ചണ്ടികളെ പോലെ ആയിരിക്കുമെന്ന് നിങ്ങൾ
മുസ്ലിമീങ്ങൾ അന്ന് മലവെള്ളപ്പാച്ചില്ല ചണ്ടി പോലെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു പ്രളയം വരുമ്പോൾ, അതല്ലെങ്കിൽ ഒരു വലിയ മഴ പെയ്തിട്ട് തോട്ടിലൂടെ വെള്ളമൊഴുകുമ്പോൾ അതിലൂടെ പോകുന്നത് കണ്ടിട്ടില്ലേ? വെറും ഒരു ഉപയോഗശൂന്യമായ തടി പോകുന്നത് പോലെ നിങ്ങൾ ആ നിലയിൽ ഉപയോഗമില്ലാത്ത ഒരു സമൂഹമായി മാറും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വഖദ് നസല ബികുമുൽ വഹനൂ, അന്ന് നിങ്ങൾക്കുണ്ടാകുന്ന ഒരു രോഗം വഹനാണ്. ആ വഹനം എന്ന രോഗം ഏതെന്നറിയോ? അത് കോവിഡ് അല്ല, കൊറോണയല്ല, അത് ഫംഗസുകളല്ല, വൈറസുകളല്ല, അത് ക്യാൻസർ അല്ല, ട്യൂമർ അല്ല, പ്രഷർ അല്ല, ഷുഗർ അല്ല, അൽഷിമേഴ്സ് അല്ല. ആ രോഗം ഏതെന്നറിയോ? വഹനം എന്ന് പറയുന്ന രോഗം നമ്മളെ പിടികൂടിയിരിക്കുകയാ. ഇന്ന് സമുദായത്തിന് വഹനം എന്ന രോഗം പിടികൂടിയിരിക്കുകയാ. ഏതാ വഹനം എന്നറിയോ? വമൽ വഹനു യാ റസൂലല്ലാഹ്, എന്താ ഈ വഹനം എന്നറിയോ ഹബീബായ നബിയെ? ഞങ്ങൾക്കറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹുബ്ബുദ് ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്, മരിക്കാനുള്ള വെറുപ്പും ജീവിതത്തോടുള്ള നിങ്ങളുടെ ഇഷ്ടവുമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കണ്ടില്ലേ? ഇന്ന് എവിടെ വേണോ, ആരുടെ മുന്നിൽ വേണോ സമുദായത്തെ ഒറ്റുകൊടുക്കാൻ തയ്യാറാകുന്ന ചില സമൂഹം കണ്ടിട്ടുണ്ടോ? പൊട്ടന്മാരെന്ന് അല്ലല്ലോ നമ്മള്. ആരെ വേണോ നമ്മൾ ഒറ്റുകൊടുക്കാൻ തയ്യാറായി. നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. ഹുബ്ബുദ് ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്. നമുക്ക് മരിക്കാൻ പേടിയാ. ചില ആളുകൾ ഇസ്ലാമിനെതിരെ പറഞ്ഞാൽ അവർക്ക് കിട്ടുന്നത് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം, അല്ലേ? ചില ആളുകൾ ഇസ്ലാമിനെതിരെ വല്ലതും പറഞ്ഞാൽ ഗവർണർ സ്ഥാനം, ഇസ്ലാമിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ രാഷ്ട്രപതി സ്ഥാനം, ഇസ്ലാമിനെതിരെ എന്തെങ്കിലും ആക്ഷേപിച്ചാൽ നല്ല ജനാധിപത്യത്തിന്റെ ഏതെങ്കിലും അപ്പോസ്തലനായി അയാൾക്ക് സ്ഥാനക്കയറ്റം. ഇതൊക്കെയല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ കണ്ടില്ല, ഇപ്പോ ഇസ്ലാമിനെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, അയാൾക്ക് എന്ത് വേണോ കൊടുക്കും. ലക്ഷക്കണക്കിന് കോടികൾ, ലക്ഷം കോടികൾ കൊടുക്കുന്നു. കാരണം എന്താണ്? അവർക്ക് ഹുബ്ബുദ് ദുനിയാ കറാഹിയത്തുൽ മൗത്ത്. മുസ്ലിമാണോ? പേര് ആരിഫ് എന്നായിരിക്കും, പേര് അബ്ദുള്ള എന്നായിരിക്കും, പേര് മുഹമ്മദ് എന്നായിരിക്കും. പക്ഷേ അവർക്ക് ദുനിയാവിനോടുള്ള ഭ്രമവും ഇനിയും ഒരുപാട് നാളെ ജീവിച്ചിരിക്കണമെന്ന കൊതിയും. ഏത് കൊതി? ബൽഅമ ബിൻ ബാഊറയുടെ കൊതി. അഖ്ലദ ഇലൽ അർളി വത്തബഅ ഹവാഹു. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ വിഭാഗത്തിന് പറയുന്ന പേര് നായ. ഇതല്ലാതെ വേറെ അള്ളാഹുവിന് പറയാൻ വേറൊരു പേരില്ല. ഇത്രയും വിശാലമായി അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണല്ലോ. നായയെ പോലെയാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. സമ്പാദിക്കണ്ട എന്നല്ല ഈ പറയുന്നത്, സമ്പാദിക്കണം. ആരുടെ മുമ്പിലും തലചൊറിഞ്ഞ് നിൽക്കേണ്ട ഒരു അവസ്ഥ വരാൻ പാടില്ല. പക്ഷേ ഒരല്പം മര്യാദയൊക്കെ നമുക്ക് ഉണ്ടാവണമല്ലോ. ഒരല്പം മര്യാദ നമുക്ക് ഉണ്ടാവണം. തട്ടിപ്പിന്റെ ആശാന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കടം കൊടുത്തവർക്കറിയാലോ ഇപ്പൊ കിടന്ന് കഷ്ടപ്പെടുന്നത്. കടം വാങ്ങിക്കൊണ്ട് പോയാൽ ഈ തട്ടിപ്പിന്റെ ആശാന്മാരുടെ ഒന്നാമത്തെ സിമ്പൽ ഏതെന്നറിയോ? അവരുടെ DP പരിശോധിച്ചാൽ മനസ്സിലാവും. DPയിൽ ഒന്നുകിൽ എനിക്ക് എന്റെ അള്ളാഹു മാത്രം മതി എന്നായിരിക്കും, ഇല്ലെങ്കിൽ മദീനയുടെ ചിത്രമായിരിക്കും, ഇല്ലെങ്കിൽ മസ്ജിദുൽ ഹറമിന്റെ ഫോട്ടോ ആയിരിക്കും. അവരെ വിളിക്കണം, പൈസ തരാനുള്ളവനെ വിളിച്ചു നോക്കണം. അവൻ പറയും 3-4 തവണ എടുക്കില്ല. എടുക്കാത്ത എന്താന്ന് ചോദിക്കാൻ പറയും, ഞാൻ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഒരു 3 പേജൂടെ തീരുമ്പോ ഒരു ഖത്തമാവും, അത് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു, അതാണ് എടുക്കാത്ത, മാപ്പാക്കണം എന്ന് പറയും. എവിടെ അപ്പോ ഉള്ളത്? ഞാൻ പള്ളിയിൽ ളുഹാ നിസ്കരിച്ചുകൊണ്ടിരിക്കാൻ എന്ന് പറയും. തട്ടിപ്പിന്റെ ആശാന്മാരാണ്. അള്ളാഹുവിനെ റസൂലിനെ കൊണ്ട് സത്യം ചെയ്യുന്നവന്മാരെ 100 തവണ എൻക്വയറി ചെയ്യണം, പരിശോധിക്കണം, എന്നിട്ടേ സമ്പത്ത് കൊടുക്കാവൂ. ഇല്ലെങ്കിൽ പെടും നമ്മൾ. കാരണം ആ കാലമാണ്. ഇന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട് കാണുന്ന ഒരു ഏറ്റവും നല്ല ഒരു മറയാണ് ഈ പറയുന്ന രീതിയിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ മനസ്സ് വേദനിച്ചുകൊണ്ട് നമ്മൾ 1 രൂപയും സമ്പാദിക്കരുത്. 1 രൂപയും നമ്മൾ സമ്പാദിക്കരുത്. സമ്പാദിച്ചാൽ ഇത് എത്ര ഉണ്ടാക്കിയിട്ടും എന്ത് കിട്ടാനാ? ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഉറക്കം വരുന്നില്ലല്ലോ, ഇല്ലല്ല. ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിക്ക്. ഒരു കുഞ്ഞ് ജനിക്കാൻ, മാടന്നടയിൽ ഒരു പെണ്ണ് പ്രസവിച്ചൊരു കുഞ്ഞ് ജനിക്കാൻ, ആ കുഞ്ഞ് ജനിച്ചാൽ ആദ്യം ശൈശവമാണ്, ശിശുവാണ്. ആ സമയം അത്രയും ആ കുട്ടിയുടെ കാര്യം കളിയാണ്, ഇല്ലേ? കുട്ടി കളിയാണ്. അത് പാമ്പ് വന്നാലും പാമ്പിനോടെ കളിക്കും, അല്ലേ? ഇഴജന്തുക്കൾ വന്നാൽ അതിനോടൊപ്പം കളിക്കും. മലമൂത്ര വിസർജനം ചെയ്താൽ അത് വാരിക്കളിക്കും. അത് കുഞ്ഞിന്റെ പ്രത്യേകതയാണ്, ശിശുവാണ്.
കുറെ നാളങ്ങോട്ട് കഴിയുമ്പോൾ അത് ബാല്യകാലത്തിലേക്ക് വരും. ആ സമയത്ത് ആ ബാല്യകാലത്തിലേക്ക് വരുമ്പോ, ശൈശവം കഴിഞ്ഞ് ബാല്യകാലത്തിലേക്ക് വരുമ്പോ ഈ കളിയൊക്കെ അങ്ങ് മാറും. ആ കളി മാറിയിട്ട് പിന്നെന്താവുന്നറിയോ? വിനോദം. വാപ്പാടെ തോളിൽ കയറിയിട്ട് ജംഗ്ഷനിൽ പോണം. അവന് കളി പ്രധാനമല്ല. ഉമ്മാന്റെ കൈ പിടിച്ചിട്ട് പഞ്ചായത്തിൽ പോണം. വാപ്പാന്റെ തോളിൽ കയറിയിട്ട് വാപ്പാടെ കാറിലും ബൈക്കിന്റെ ഫ്രണ്ടിലും ഇരുന്നിട്ട് ടൗണിൽ പോകണം. ഇതല്ലേ നമ്മുടെ മക്കള്? അത് ബാലനായിരിക്കുന്ന സമയത്താണ്. ഇനി കുറെ കൂടെ അങ്ങോട്ട് കഴിഞ്ഞ് കൗമാരക്കാരനാവും അല്ലേ? ശൈശവം കഴിഞ്ഞ് ബാല്യം കഴിഞ്ഞ് കൗമാരത്തിലേക്ക് എത്തുമ്പോൾ എന്താ സംഭവിക്കാന്നറിയോ? അവന്റെ ചിന്ത മാറി. പിന്നെ അവന് ഒരുങ്ങണം, അവന് മീശ വെട്ടി ഒതുക്കണം, പിന്നെ അവന് കൃതാ പറക്കണം, പിന്നെ അവന് നടന്മാരുടെ മുടി വെട്ടണം, പിന്നെ അവക്ക് ചമഞ്ഞൊരുങ്ങണം, അവക്ക് ചുണ്ടില് ലിപ്സ്റ്റിക് തേക്കണം. ഇപ്പൊ കോവിഡ് വന്നപ്പോ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ലിപ്സ്റ്റിക്കിന്റെ കമ്പനിക്ക് ഭയങ്കര നട്ടം വന്നു. കാരണം ഈ മാസ്ക് വെച്ച് ാണല്ലോ. പിന്നെ ഇത് ആര് കാണാനാ? ആർക്കും കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കുറെ നഷ്ടം അവർക്ക് വന്നു. എന്നാലും കുഴപ്പമില്ല, വേറെ കുറെ ആളുകൾക്ക് ലാഭം വന്നപ്പോൾ അവര് തമ്മിൽ എന്ത് ചെയ്തിട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. സഹോദരങ്ങളെ, കൗമാരത്തിലെത്തുമ്പോ എല്ലാവർക്കുമുള്ള ആ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് ഒരുക്കമാണ്. ഒരുങ്ങണം, ചമഞ്ഞ് നടക്കണം. കൗമാരക്കാരെങ്ങനെയാണ്? അത് കഴിഞ്ഞ് യുവത്വത്തിലേക്ക് കടന്നു വരുമ്പോൾ അതെല്ലാം മാറിയിട്ട്, ആ ട്രെൻഡൊക്കെ മുഴുവനും മാറിയിട്ട് പിന്നെന്താന്നറിയോ? കുറെ സമ്പാദിക്കണമെന്ന ആഗ്രഹം. അവിടെ 2 ഏക്കർ വാങ്ങണം, ഇവിടെ 1 ഏക്കർ വാങ്ങണം, അവിടെ ഒരു വീട് വെക്കണം എന്ന് പറയുന്ന യുവത്വത്തിന്റെ സമയം നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? യുവാവുമ്പോ ഗൾഫിലേക്ക് പോയി, അവൻ അവിടെ 10 സെന്റ്, ഇവിടെ 10 സെന്റ്, അവിടെ ഒരു ഷോപ്പിംഗ് മാള്, ഇവിടെ ഒരു കട, അവിടെ ഒരു വണ്ടി, ഇതൊക്കെ വാങ്ങുന്ന ആ ഒരു ട്രെൻഡാണ്. അത് കഴിഞ്ഞ് വീണ്ടും പ്രായം മാറി മാറി വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ പിന്നെ അവന്റെ സ്വഭാവം എന്താണെന്നറിയോ? ഈ പറഞ്ഞ ഒരു സ്വഭാവം അല്ല. വെള്ളം വാങ്ങിച്ചോളി, പക്ഷെ ഇങ്ങോട്ട് കേട്ടോളി. ഈ അവസാന വാർദ്ധക്യത്തിലെത്തുമ്പോ എവന്റെ ട്രെൻഡ് എന്താണെന്നറിയോ? എവന്റെ ടെൻഡൻസി ഒറ്റ കാര്യമാണ്. വീട്ടിൽ വയസ്സായ ആളുകൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയാം. ആരെങ്കിലും ഒക്കെ വന്ന് കയറുമ്പോൾ പറയും, അതെന്റെ മോനുള്ളതാ. അവിടെ 3 ഏക്കർ മോനുണ്ടായിരുന്നു, ഇവിടെ 2 ഏക്കർ എന്റെ ഇളയ മോക്കുള്ളതാ, അവിടെ 10 സെന്റ് എന്റെ ഇളയ മോളുടെ മൂത്ത അമ്മായിക്കുള്ളതാ എന്നും പറഞ്ഞിട്ട് പെരുമ പറച്ചിലാണ്. വേറെ ഒന്നുമില്ല. അധ്വാനിക്കാനും ഇല്ല, ഒരുങ്ങാനും ഇല്ല, ഒരു കളിയും ഇല്ല, ഒരു തമാശയും ഇല്ല. വരുന്നവരടുത്തും പോകുന്നവരടുത്തും അവിടെ 2ാമത്തെ മോക്ക, ഇത് മൂത്ത മോക്ക, ഞാൻ പിന്നെ അന്ന് കൊടുത്തത് മൂത്ത മോനാണ്, ഇപ്പൊ കൊടുക്കുന്ന ഇളയ മോക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇത് ദുനിയാവിന്റെ ഒരു പ്രത്യേകതയാണ്. ഇതേ തർത്തീബിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കോ ദുനിയാവിനെ പറ്റി അള്ള പറഞ്ഞത്. ഇതേ തർത്തീബിൽ ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ഇതാണല്ലോ ഒരു മനുഷ്യൻ. ഇതാണല്ലോ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ കളി, വിനോദം. അത് കഴിഞ്ഞിട്ട് 3ാമത്തത് അഴകാകൽ, പിന്നീട് പ്രൗഢി നടിക്കൽ, 5ാമത്തേത് പെരുമ പറച്ചിൽ. ഇതാണ് ദുനിയാവ്. ഇത് ഞാൻ പറഞ്ഞതല്ല, വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹ് പറയുകയാ, യഅലമൂ അന്നമൽ ഹയാത്തു ദുനിയാ ലഇബുൻ വലഹു വസീനാ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. അല്ലാഹുവിന്റെ ഖുർആനെ സ്പഷ്ടമായിട്ട് അവനെ നമ്മെ പഠിപ്പിക്കുകയാ. ആദ്യം അല്ലാഹു പറഞ്ഞ ദുനിയാവെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴല്ലേ ദുനിയാവ്, അവന്റെ ദുനിയാവ് ആരംഭിക്കുക. അല്ലാഹ് പറയുകയാണ്, ഇലമു അന്നമൽ ഹയാത്തു ദുനിയാ ലഇബ്. അവന് കുഞ്ഞിന് ശൈശവകാലത്ത് ശിശുവായിരിക്കുമ്പോ കളിയാണല്ലോ, അതേ ദുനിയാവ് കളി തന്നെയാണ്. പിന്നെ അവന് ബാല്യത്തിലേക്ക് വരുമ്പോൾ അവന് വിനോദമാണല്ലോ. അല്ലാഹ് പറയുന്നു, വലഹുവന് ദുനിയാവ് വിനോദമാണ്. 3ാമത് അവന് കൗമാരത്തിലേക്ക് എത്തുമ്പോൾ പിന്നെ അവന് അടിച്ചുപൊളി ജീവിതമാണല്ലോ. അല്ലാഹ് പറയുകയാണ്, ദുനിയാവ് സീന, അത് അഴകാണ്. 4ാമത് യുവത്വത്തിലേക്ക് വരുമ്പോൾ അവന് അന്തസ് നടിക്കാൻ വേണ്ടിയിട്ട് അവിടെയും ഇവിടെയും വീടും വസ്തുക്കളും വാങ്ങിക്കൂട്ടുന്ന, വണ്ടി എടുക്കുന്ന ജോലിയാ. അതെ, അല്ലാഹ് പറയുന്നു, വതഫാഖുറുൻ ബൈനകും. 4ാമത്തേത് നിങ്ങൾ പരസ്പരം നിങ്ങൾ പ്രൗഢി കാണിക്കലാണ്. അവസാനം വാർദ്ധക്യത്തിലാണ്. വീടിന്റെ കോലായിലെ ചാരകസേരയിലായി പാവപ്പെട്ടവന് ഇന്നവന് ഒരേ ഒരു ജോലിയേ ഉള്ളൂ. വരുന്ന ഗസ്റ്റുകളോട് വരികയും
വരികയും പോവുകയും ചെയ്യുന്നവരോട് പറയുന്നു, അതെന്റെ മോളുള്ളതാണ്, ഇതെന്റെ മോക്കുള്ളതാണ്. എനിക്കല്ല 5 മക്കളെ തന്നു, 5 എണ്ണത്തിന് ഞാൻ ധാരാളം കൊടുത്തു, 5 പേർക്കും വണ്ടിയുണ്ട്. ഇതൊക്കെ ആളുകളോട് പറയുന്ന ആ പെരുമ പറച്ചില്, ഇതാണ് ദുനിയാവെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹദീദ്. യഅലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. അല്ലാഹ് പറയുകയാണ്, ഇത്രേ ദുനിയാവുള്ളു പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്കറിയോ അലക്സാണ്ടർ ചക്രവർത്തിയോട് ദാർശനികനായ ഡയോജനിസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തേ അലക്സാണ്ടർ ചക്രവർത്തിയെ നിങ്ങൾ ഏതൻ കീഴടക്കിയാൽ പിന്നെ എന്താ? അദ്ദേഹം പറഞ്ഞു, ഈജിപ്ത് കീഴടക്കണം, അത് കഴിഞ്ഞാലോ എനിക്ക് പിന്നെ ഇന്ത്യ കീഴടക്കണം, അത് കഴിഞ്ഞാലോ ഓരോ രാജ്യങ്ങൾ ഇങ്ങനെ കീഴടക്കി എനിക്ക് വിജയിക്കണം, അവിടെയൊക്കെ കീഴടക്കണം. അവസാനം ചോദിച്ചു ഡയോജനിസ് ചോദിക്കുകയാണ് അലക്സാണ്ടർ ചക്രവർത്തിയോട്, ദാർശനികനായ ഡയോജനിസിന്റെ ചോദ്യമാണ്, എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അയാൾ പറഞ്ഞു, എനിക്കൊന്ന് വിശ്രമിക്കണം, എനിക്കെല്ലാം കഴിഞ്ഞൊന്ന് വിശ്രമിക്കണം. ഡയോജനിസ് ഒരൊറ്റ ചോദ്യം ചോദിച്ചു. ഒരൊറ്റ ചോദ്യമാണ് ഡയോജനിസ് ചോദിച്ചത്. ഇങ്ങനെ വിശ്രമിക്കാനാണെങ്കിൽ, അവസാനം വിശ്രമമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, എന്തിനാണ് ആളുകളുടെ രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുക, ആളുകളെ സങ്കടപ്പെടുത്തുന്നത്? എന്തിന് കഷ്ടപ്പെടണം ഇങ്ങനെ? എനിക്കിപ്പോൾ സന്തോഷമുണ്ടല്ലോ, എനിക്കിപ്പോൾ നിങ്ങളുടെ ലക്ഷ്യമാകുന്ന സന്തോഷം, വിശ്രമം, അത് ഞാനിപ്പോ അനുഭവിക്കുകയാണല്ലോ. ഡയോജനിസിന്റെ ഒരൊറ്റ വാക്കുകൊണ്ട് അലക്സാണ്ടർ ചക്രവർത്തിക്ക് ബോധം ഉദിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത് അത് നല്ല മാർഗത്തിൽ നമ്മൾ വിനിയോഗിക്കണം. വീണ്ടും വീണ്ടും സമ്പാദിക്കണമെന്ന് ചിന്തിക്കുമ്പോ അതാരെയും വേദനിപ്പിച്ചുകൊണ്ടും പ്രയാസപ്പെടുത്തിയും കൊണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹു പറയുന്നത്, ഒരു സാധനം കിട്ടിയാൽ മറ്റാരെങ്കിലും വന്ന് തിന്നുമെന്ന് ഭയന്നുകൊണ്ട് കൊരച്ചോടിച്ചിട്ട് സ്വന്തമായി കാലുകൊണ്ട് തട്ടി നാക്കുകൊണ്ട് നക്കി തിന്നുന്ന നായയെ പോലെയാണ് എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അത് ലോകത്ത് ആദ്യമായി അള്ളാഹു പരിചയപ്പെടുത്തി ഇത്രയും മോശമായ ഒരു പദപ്രയോഗം നടത്തിയത് ഒരു വലിയ ആലിമിനെ സംബന്ധിച്ച. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രശ്നം, വലാകിന്നഹു അഖ്ലദ ഇലൽ അർളി വത്തബഅ ഹവാ. മാടന്നടയിൽ ഒരാൾ ഗൾഫിൽ പോയെന്നിരിക്കട്ടെ, ഗൾഫിൽ പോയി 10-30 വർഷം അവിടെ അധ്വാനിച്ചു. 2 വർഷം കൂടുമ്പോ 1 മാസം ലീവ് കിട്ടും. 2 വർഷം കൂടുമ്പോ 1 മാസം നാട്ടിൽ വന്നു. വരുമ്പോ ഗൾഫിൽ നിന്ന് കൂട്ടുകാര് കൊടുത്തുവിടുന്ന സാധനങ്ങൾ വണ്ടിയിൽ വെച്ച് എല്ലാ വീട്ടിലും കൊണ്ടുപോകുമ്പോൾ 15 ദിവസം കഴിയും. 15 ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിന് കുറച്ച് ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് പിന്നെ പോകാനുള്ള തയ്യാറെടുപ്പുകൾ ആകുമ്പോഴേക്കും 30 ദിവസമായി വിണ്ടി കയറുന്നു. അദ്ദേഹത്തിന് കുടുംബത്തോടൊപ്പം നിൽക്കാനോ ജീവിക്കാനോ നല്ലപോലെ കഴിഞ്ഞില്ല. ഇയാൾ 10-30 വർഷത്തെ ഗൾഫ് ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വരികയാണ്. ഇത്രയും നാള് 10-30 വർഷം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കുറെ സമ്പാദിച്ചു, മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് കൊടുത്തു, എല്ലാം കൊടുത്തു. ഈ 30 വർഷത്തെ പ്രവാസ ജീവിതത്തിന്റെ പരിസമാപ്തിയിൽ മാടന്നടയിലേക്ക് തിരിച്ചു വരുന്ന ഭർത്താവിനെ ഒന്ന് സന്തോഷപ്പെടുത്താമെന്ന് കരുതിയിട്ട് ഭാര്യ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോ ഭർത്താവ് പറയുന്നത് എന്താണെന്നറിയോ? എനിക്കിതൊന്നും കഴിച്ചുകൂടാ, എനിക്ക് ആകെ കഴിക്കാൻ പറ്റുന്നത് ഒരൊറ്റ ചപ്പാത്തി, ഒരു ചപ്പാത്തി, അത് പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് കഴിച്ചാൽ അത്രയും നല്ലത്. ഒരു നല്ല ചായ കൊടുക്കാമെന്ന് വിചാരിച്ചാ പറയുന്നത് എന്താ? എനിക്ക് ഷുഗർ പറ്റില്ല. ഷുഗർ രോഗം പിടിപെട്ട് മോളെ അവിടെ പോയിട്ട്. അപ്പൊ നല്ല പഞ്ചസാര കൂട്ടാനോ അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കാനോ നല്ല മട്ടനും കൂട്ടി ഒന്ന് നന്നായിട്ടൊന്ന് റാഹത്തായിട്ട് ചോറ് കഴിക്കാനോ ഒന്നും ഈ പാവത്തിന് ഭാഗ്യമില്ല. 30 വർഷം കുബൂസുമായിട്ട് മൽപ്പിടുത്തമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോഴോ ഇല്ലാത്ത രോഗങ്ങൾ മൊത്തം പേർ ഇവിടെ വന്നു. ഇതല്ലേ ഒരു പ്രവാസിയുടെ ജീവിതം? രാജാവിന്റെ കൊട്ടാരത്തിൽ വന്നിട്ട് ഒരുത്തം പറഞ്ഞു, പാവമാണ്, വല്ല സഹായിക്കണം. രാജാവ് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്ത് തന്നാലും മടിയൻ സ്വീകരിച്ചോളാം. രാജാവ് പറഞ്ഞൊരു കാര്യം ചെയ്. ഇയാളുടെ അത്യാർത്ഥി കണ്ടപ്പോ രാജാവ് പറഞ്ഞു, ഇയാൾ ഇവിടെ നിന്ന് നടക്കട്ടെ, എവിടെയാണോ നടന്ന് നിൽക്കുന്നത് അവിടം വരെ നമുക്കങ്ങ് എഴുതി കൊടുക്കാം ഇയാൾക്ക്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇയാള് കൊട്ടാരത്തിന്റെ വളപ്പിൽ നിന്ന് നടത്താൻ ആരംഭിച്ചു. എവിടെ നിൽക്കുവോ അവിടം വരെ എഴുതി കൊടുക്കാൻ ഇയാള് നടന്ന് പിന്നിലേക്കൊന്ന് നോക്കിയപ്പോ ഇത്രയും ദൂരം നടന്നു. അപ്പൊ ഇയാൾക്ക് ആഗ്രഹം കൂടി, ആർത്തി കൂടി. ഇയാൾ ഓടാൻ തുടങ്ങി.
ഓടി തെങ്ങും തോപ്പിലും വാഴത്തോട്ടത്തിലും അതുപോലെ തന്നെ കവുങ്ങും തോട്ടത്തിലും റബ്ബർ തോട്ടത്തിലൊക്കെ കയറി. നിൽക്കാൻ പറ്റൂല, നിന്നാ അത്രേ കൊടുക്കുള്ളൂ. ഇയാള് നിൽക്കാതെ ഓടി കറങ്ങി എവിടെയൊക്കെ പോകാൻ പറ്റുമോ ഓടി കറങ്ങി പട്ടാളക്കാര് കുതിരപ്പുറത്ത് കയറി. കാരണം ഇയാളെ നിൽക്കുന്നറിയാൻ വേണ്ടിയിട്ട് അവന് പട്ടാളക്കാരുടെ കുതിരയേക്കാൾ വേഗത്തിൽ ഓടാൻ തുടങ്ങി. ആർത്തിയോടെ ഓടി 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 കൊട്ടാരത്തിന്റെ മറുഭാഗത്തേക്ക് തിരിച്ചെത്തിയിട്ടതാ ഇങ്ങനെ അങ്ങോട്ട് നിന്നപ്പോ ഒരു തലക്കറക്കം. തളർന്നവിടെ കിടന്നപ്പോ വായിലൂടെ നുരയും പതയും വന്നു. ചെന്ന് തട്ടി നോക്കുമ്പോണ്ട് മരിച്ചുപോയി. ഇയാൾ ഓടിയതാ. രാജാവ് വന്നിട്ട് ചോദിച്ചു, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ബന്ധുക്കള് പറഞ്ഞ് എന്ത് ചെയ്യാൻ, ഇയാൾക്ക് കുഴിച്ചിടാൻ കുറച്ച് മണ്ണ് കൊടുത്താൽ മതി. കൊട്ടാര വളപ്പിൽ 6 അടി മണ്ണിലേക്ക് എടുത്ത് ഇയാളെ കുഴിച്ചിട്ടു. ഇയാൾ ഇത്രയും ഓടി ഉണ്ടാക്കാൻ വേണ്ടി ഓടിയല്ലോ. അവസാനം അയാൾക്ക് കിട്ടിയത് എന്താ? 6 അടി മണ്ണ്. ഇത് തന്നെ നമുക്കും വിരിച്ചത്. എത്ര ഓടി അമേരിക്കയിലല്ല, ലണ്ടനിലല്ല, ഏത് ലോകത്ത് പോയി സമ്പാദിച്ചാലും, എവിടെയൊക്കെ നമ്മൾ പോയി അധ്വാനിച്ച് സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയാലും അവസാനം ഈ 6 അടി മണ്ണിൽ, ഈ മാടന്നട പള്ളിയുടെ 6 അടി മണ്ണിന് അടിയിലാണ്. നമുക്ക് 6 അടി മണ്ണല്ലാതെ വേറെ ഒന്നുമില്ല. ഇത്രയല്ലേ മനുഷ്യനുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാലയളവിൽ നമ്മൾ ആരെയും വേദനിപ്പിക്കാതെ ജീവിക്കും. ആർത്തി ഒന്ന് അവസാനിപ്പിക്കും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ അള്ളാഹു തന്ന സമ്പത്തിനപ്പുറത്ത് അധ്വാനിക്കാനുള്ള ആ ഭൗതിക ഭ്രമത്തോടു കൂടി നടക്കുന്നവനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് നായ എന്നാണ്. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സമയമായ ഇനി 3ാമത്തെ വിഭാഗം ഏതെന്നറിയോ? അപ്പൊ ഒന്ന് നാൽക്കാലികൾ, അശ്രദ്ധരായവരെ പറ്റിയ. രണ്ടാമത് നായ, ദുനിയാവ് വേണമെന്നുള്ള ആഗ്രഹത്തിൽ ഓടുന്നവനെ സംബന്ധിച്ച്. ഇനി 3ാമത് അള്ളാഹു പറഞ്ഞ ആരെയെന്നറിയോ? അള്ളാഹു 3ാമത് പറഞ്ഞത് വളരെ രസകരമായ പദപ്രയോഗമാണ് അള്ളാഹു നടത്തിയത്. വാഴ് 3ാമത്തെ വാഴല്ലേ? ഇത് 3ാമത്തെ വാഴ. ഇനി നാളെ കൂടെ വാഴുണ്ട്. വാഴകൾക്ക് ഒരു കുറവുമില്ല. ഇന്നലെ ഈ സമയം ഞാൻ കാസർഗോഡ് ജില്ലയിലെ ഹൊസ്ദുർഗ് എന്ന് പറയുന്ന പുതിയ കോട്ടയിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇന്നിപ്പോ ഇവിടെ, നാളെ കൊല്ലം, മറ്റന്നാൾ എന്റെ സ്വന്തം നാട്ടില്, അത് കഴിഞ്ഞ് വീണ്ടും കാസർഗോഡ്, ചെർക്കള, എല്ലാ സ്ഥലങ്ങളിലും വാഴ നടക്കുകയാണ്. വാഴന് ഒരു കുറവുമില്ല. എല്ലായിടത്തും വഴലുണ്ട്. വഴലിന് ആളുകളും ഉണ്ട്, വഴലിന് സംഘാടകരും ഉണ്ട്, സംഘാടകർക്ക് ആഗ്രഹങ്ങളും ഉണ്ട്. ആഗ്രഹങ്ങൾ വകവെച്ചു കൊടുക്കാൻ ജനങ്ങളും തയ്യാറാണ്. കാഞ്ഞിരപ്പള്ളിയിൽ കഴിഞ്ഞ ആഴ്ച വഴല് പറഞ്ഞപ്പോ അവിടുത്തെ മക്കൾക്ക് ഭക്ഷണം കഴിക്കണം, അവിടുത്തെ മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കളക്ഷൻ വേണമെന്ന് പറഞ്ഞു. ഞാനൊരു 15-20 മിനിറ്റ് മാത്രം, ഒരു വലിയ ത്യാഗമൊന്നും ചെയ്യാതെ ചോദിച്ചപ്പോ തന്നെ 30,000 രൂപ വെച്ചിട്ട് 35 പേരോളം, 34ഓളം പേര് അവിടെ എഴുന്നേറ്റ് പറഞ്ഞു ഞങ്ങൾ കൊടുത്തോളാം. ഏകദേശം ഒരു 10 ലക്ഷത്തിനടുത്ത് ഒരു 20 മിനിറ്റ് കൊണ്ടാണ്. കാരണം സമ്പത്ത് കൊടുക്കാൻ തയ്യാറുള്ളവരുണ്ട്, മനസ്സുള്ളവർ ഇപ്പോഴും ഉണ്ട്. അൽഹംദുലില്ലാഹ്. ഞാനൊരു കാര്യം അടിവരയിട്ട് പറയുകയാണ്. ഒരുപാട് പ്രസംഗങ്ങൾ കേൾക്കുന്നില്ലേ സഹോദരിമാരെ? ഇപ്പൊ ഒരു വൃത്തികെട്ടവനൊരു കല്യാണ പുതിയാപ്പിളയായി പോയില്ലേ? ചുമ്മാ അതൊന്നും പറഞ്ഞ സമയം ഞാൻ കളയില്ല. ഞാൻ ആ വിഷയമേ പറയാറില്ല. അങ്ങനെ പുതിയാപ്പിള ഒരുങ്ങി പോയപ്പോ ഒരു ഹിന്ദു സഹോദരന്റെ കുറിപ്പ്, ഞങ്ങളുടെ മതത്തിൽ മദ്രസയും ഇല്ല, ഞങ്ങളുടെ മതത്തിലും മതപ്രസംഗവും ഇല്ല, പക്ഷെ ഞങ്ങളുടെ കല്യാണം മര്യാദയുള്ളതാണ്. ഒരു ഹിന്ദു എഴുതിയതാണ്. ശരിയാണ്. എത്ര ഹിന്ദുക്കളെ കേൾക്കുന്നുണ്ട് ഈ സംസാരം? അത് ഞങ്ങൾ തുറന്നു പറയാൻ ഒരു മടിയും ഇല്ലാത്തവരാണ് ഞങ്ങൾ. കാരണം ഇതാരുടെയും പ്രവർത്തനം നോക്കിയിട്ട് വിലയിരുത്തപ്പെടേണ്ടതല്ല. ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മതമാണ്. അതനുസരിച്ച് ജീവിക്കേണ്ടത്, ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് മാടനടയിലുള്ള ആളുകൾ നോക്കിയിട്ടല്ല, പനവൂരിലുള്ള എന്നെ നോക്കിയിട്ടല്ല. ഇസ്ലാം അത് പരിശുദ്ധമാണ്. അതനുസരിച്ച് ജീവിക്കാൻ നമുക്കൊക്കെ പലപ്പോഴും കഴിയാതെ വരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ സംഭവിക്കുക. നഴ്സറി കുട്ടിയുടെ കോലത്തിൽ ഇവനിങ്ങനെ പുതിയാപ്പിള ഒരുങ്ങി വരികയാണ്. ഈ സമയത്ത് പറഞ്ഞത്, ഞങ്ങൾക്ക് മദ്രസയും മതപ്രസംഗവുമില്ല, പക്ഷേ ഞങ്ങളുടെ കല്യാണം മര്യാദയുള്ളതാണ്. ഇതൊക്കെ ഉള്ള മുസ്ലിം സമുദായത്തിന്റെ കല്യാണമാണ്. മഹാമോശം എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ സഹോദരനാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. എവിടെയെങ്കിലും എത്രയോ വാഴ കേൾക്കുന്നുണ്ട്. ഇന്നലെ പ്രസംഗം കഴിഞ്ഞിറങ്ങിയപ്പോ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ വേണ്ടി വന്ന സഹോദരങ്ങൾ പറഞ്ഞു, ഉസ്താദേ, വളരെ സങ്കടത്തോടുകൂടി പറയുകയാ, ഒരു കല്യാണത്തിന് ഇന്ന് ഡേറ്റ് നിശ്ചയിക്കുന്നത് ഞാൻ സ്ഥലം പറയുന്നില്ല, അത് പേടിച്ചിട്ടല്ല, വെറുതെ ഒരു നാട്ടിലെ സഹോദരിമാരെ പറ്റിയിട്ട് അധിക്ഷേപത്തിന്റെ വാക്കുകൾ പറയാൻ ഞാൻ തയ്യാറല്ല എന്നുള്ളത് കൊണ്ട് പറയാണ്. പക്ഷേ ഒരുപക്ഷെ തെക്കൻ ജില്ലകളിൽ അങ്ങനെയുള്ള സംസ്കാരം കടന്നു വന്നാൽ ബഹുമാന്യരായ മാടം നടയിലെ പ്രിയപ്പെട്ട മഹല്ല് ഭാരവാഹികൾ
ഭാരവാഹികൾ, മഹൽ അംഗങ്ങൾ, മഹല്ലിലെ പ്രിയപ്പെട്ട പരിപാലന സമിതി ഭാരവാഹികൾ അനുവദിക്കരുത്. നിങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്നത് ഒരു വലിയ ദൗത്യമാണ്. ഈ മഹല്ലത്തിന്റെ പരിപാലനം എന്ന് പറയുന്നത് വലിയ ഒരു ഉത്തരവാദിത്വമാണ് അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഒരു പള്ളിയിലെ ഇമാമിയങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ പാടില്ല. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേതൃത്വം നൽകിയ മിമ്പറാണ് ഇന്ന് ഞങ്ങളൊക്കെ അല്ലെങ്കിൽ പള്ളിയിലെ ഇമാമിയങ്ങൾ നേതൃത്വം നൽകുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു നമസ്കരിച്ച മെഹ്റാബിലാണ് ഇന്ന് പ്രിയപ്പെട്ട ഉലമാക്കൾ നമസ്കരിക്കുന്നത്. ഒരു വലിയ ദൗത്യമുണ്ട് നമുക്ക്, ഉലമാക്കൾക്കും ഈ പള്ളി പരിപാലകർക്കും. അത് മറന്നു പോകരുത് നമ്മൾ. എന്താണെന്നറിയോ, ചില സ്ഥലങ്ങളുടെ ഡേറ്റ്, പെൺകുട്ടിയുടെ വിവാഹത്തിന്റെ ഡേറ്റ് നിശ്ചയിക്കുന്നത് എന്തിനെ മാനദണ്ഡമാക്കിയെന്നറിയോ? അതാ രസം. ബ്യൂട്ടീഷ്യനെ മാനദണ്ഡമാക്കിയിട്ടാണ്. ബ്യൂട്ടീഷ്യനെ വിളിക്കാൻ ഇന്ന് ഡേറ്റ് ഉണ്ടോ? ഇല്ല. എന്നാ ഡേറ്റ് ഉള്ളത്? അത് ഏപ്രിൽ 7-ാം തീയതി എനിക്ക് ഡേറ്റ് ഉള്ളൂ. ശരി, ഏപ്രിൽ 7-ന് കല്യാണം. ഏപ്രിൽ 7-ന് കല്യാണം. അത് ഭർത്താവ് ഉണ്ടോ ഇല്ല അതൊന്നും ഒരു പ്രശ്നമില്ല. ഇല്ലെങ്കിൽ പിന്നെ ഓൺലൈനിൽ ഞങ്ങൾ നടത്തിക്കോളാം ഉസ്താദെ, കുഴപ്പമൊന്നുമില്ല. അയാള് ഗൾഫിലാണ്, വരാൻ പറ്റില്ല. വരണ്ട, ഞങ്ങൾ ഓൺലൈൻ വഴി അങ്ങ് നിക്കാഹ് നടത്തിക്കോളാം എന്ന് പറയാൻ പുതിയൊരു രീതിയാണ്. ബ്യൂട്ടീഷ്യന്റെ ഡേറ്റ് നോക്കിയിട്ട് നിക്കാഹ് നടത്തുക. അതൊന്നും ഒരു വലിയ മഹാപാതകമായിട്ട് ഞാൻ പറയുന്നതല്ല. ഒരു പെണ്ണൊരുങ്ങണം. പക്ഷേ എന്തിനാണ് ഒരു ബ്യൂട്ടീഷ്യൻ വന്നിട്ട് പെൺകുട്ടിയെ ഒരുക്കി പോകുമ്പോൾ ആ ബ്യൂട്ടീഷ്യന് കൊടുക്കേണ്ട വില 3 ലക്ഷം രൂപയാണ് ഏറ്റവും കുറഞ്ഞത്. 3 ലക്ഷം രൂപ. ചിന്തിച്ചു നോക്ക്. ഈ 3 ലക്ഷം രൂപ നിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും ഉണ്ടാകുമെങ്കിലും കുഴപ്പമില്ല. കല്യാണത്തിന് പുതിയാപ്പിള വന്ന് പണ്ട് പെണ്ണ് കാണേണ്ട ദിവസം കണ്ടുപോയതാണ്. പിന്നെ ഒരു ഓർമ്മ മാത്രമേ അവളെ പറ്റിയുള്ളൂ. ഫോണിലൂടെ കാണുന്നതും വാട്സപ്പ് കോൾ വിളിക്കുന്നതും ഒന്നും ശരിയല്ലല്ലോ. കാരണം നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള മൊബൈലാണെങ്കിൽ സുന്ദരിയായിട്ടിരിക്കും. അപ്പൊ ഈ പെണ്ണിനെ പിന്നെ കണ്ടതെപ്പോഴാണ്? കല്യാണത്തിന്റെ ആ നിക്കാഹ് എടുന്ന ദിവസങ്ങളിൽ. എന്തൊരു സുന്ദരി! അന്നത്തെക്കാൾ വലിയ സുന്ദരിയായല്ലോ. 25 കിലോ പുട്ടിയാണ് മോന്തയ്ക്ക് കിടക്കുന്നതെന്ന് ഇവൻ അറിയില്ലല്ലോ, പാവം. അങ്ങനെ നേരെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ പോയി എവളൊന്ന് ഫ്രഷായി ഒന്ന് കുളിച്ച് റെഡിയായി വന്നപ്പോഴേക്ക് ആള് മാറിപ്പോയി. ഇതാരാണ്? മണ്ഡപത്തി വെച്ച് കണ്ട പെണ്ണല്ലല്ലോ ഇത്. ഈ മുഖത്ത് കിടക്കുന്ന പുട്ടി കഴുകി മാറ്റിയപ്പോഴേക്ക് എല്ലാം തീർന്നു. എത്ര വിവാഹ ജീവിതത്തിൽ അത് വലിയ വിഷയമായി. രണ്ടാമത്, ഒരു ദിവസം ഒരു നേരം കല്യാണത്തിന് മാത്രം ധരിക്കുന്ന വസ്ത്രത്തിന്റെ വില 2-3 ലക്ഷം രൂപയുടേത്. 2-3 ലക്ഷം രൂപയുടേത്. ഒരു വലിയ ഹാജിയാർ തന്റെ മോളെ കെട്ടിക്കുമ്പോ പന്തലിട്ടത് ഞാൻ പറയുന്നത് അധികപ്പറ്റാണ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഒരു പന്തലിന് മാത്രം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 10 ലക്ഷം രൂപയുടെ പന്തൽ. 10 ലക്ഷം രൂപയുടെ പന്തൽ. ഈ സമുദായത്തില് 1/2 ഗ്രാം സ്വർണമില്ലാത്തതിന്റെ പേരിൽ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ കെട്ടിച്ചയക്കാൻ ഭാഗ്യമില്ലാതെ പോയ ആയിരക്കണക്കിന് പാവപ്പെട്ട ദരിദ്ര കുടുംബത്തിന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ജീവിതത്തിൽ മംഗല്യ ഭാഗ്യം സ്വപ്നം കാണാൻ വിധിക്കപ്പെടുക മാത്രം ചെയ്തിട്ടുള്ള തന്റെ പ്രിയപ്പെട്ട പുതുമാരന്റെ കൈപിടിച്ചിട്ട് വിവാഹ പന്തലിലേക്ക്, കബർ മണ്ഡപത്തിലേക്ക് പോകാനുള്ള ഭാഗ്യം നിഷേധിക്കപ്പെട്ടതിന്റെ പേരിൽ അവസാനം ഏതോ ഒരുത്തന്റെ കൈപിടിച്ച് ഈ നാട് വിട്ടു പോകേണ്ട ദുരവസ്ഥയെത്തിയവര് 30-40 വയസ്സായിട്ട് വിവാഹം കഴിപ്പിച്ച് അയക്കപ്പെടാൻ വാപ്പയുടെ കയ്യിൽ പണമില്ലാത്തതിന്റെ പേരില്, മതിയായ സൗന്ദര്യമില്ലാത്തതിന്റെ പേരില് വീട്ടിൽ കണ്ണുനീരും കൈയുമായി കഴിയുന്ന പാവപ്പെട്ട സഹോദരിമാരുടെ കണ്ണുനീർ തുള്ളി ഒരു തുള്ളിയും മാടം നടയിലെങ്ങാനും വീണാൽ മതി. ഇവിടെയുള്ള ഒരു സമ്പന്നന്റെ മക്കൾക്കും സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കാൻ കഴിയില്ല. ഇത് വളരെ സ്പഷ്ടമാണ്. ഇസ്ലാമിന്റെ നിയമമാണ്. ഇതാരെങ്കിലും അടിച്ചേൽപ്പിക്കുന്ന നിയമമല്ല. ഇത് കണ്ടറിയാത്തവൻ കൊണ്ടറിയുന്ന നിയമമാണ്. അതുകൊണ്ട് ഇത്രയൊക്കെ പ്രസംഗം കേൾക്കുമ്പോ ഞാൻ എന്റെ സഹോദരിമാരോട് പറയാൻ, നിങ്ങൾ പറയണം. ഇപ്പൊ പുതിയ വേറൊരു സംവിധാനം തുടങ്ങിയിട്ടുണ്ട്. കല്യാണ ഡ്രസ്സ് വാങ്ങിക്കൊണ്ടു പോവാ. അത് നല്ലൊരു പരിപാടിയാണ്. പുതിയാപ്പള ഒരു ദിവസം ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സ്, പുതിയ ഒരു ദിവസത്തേക്ക് മാത്രം, മണിക്കൂറുകൾക്ക് മാത്രം ധരിക്കുന്ന ഡ്രസ്സ്. ആ ഡ്രസ്സ് ഉണ്ടല്ലോ, ആ ഡ്രസ്സ് അത് അടുത്ത കല്യാണത്തിന്, അടുത്ത പുതിയാപ്പളയ്ക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം പുതിയൊരു നിലവിൽ വന്നിട്ടുണ്ട്. അത് വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകും. കാസർഗോഡ് ജില്ലയിലൊക്കെ പോകുന്നുണ്ട്. പണ്ടത്തെ പുതിയാപ്പള വരവല്ലേ വരവ്. ഒരു നല്ല വെള്ളമുണ്ട്, ആ ഒരു വെള്ള ഷർട്ട്, ഒരു കർച്ചീഫ്, ഒന്നും അല്ലെങ്കിൽ വെള്ളിയാഴ്ചയിലും പള്ളിയിൽ കൊടുക്കാമല്ലോ. ഇപ്പോഴത്തത് പറ്റുമോ?
ഇപ്പോഴത്തത് പറ്റില്ല. ആ നിലയിൽ നമ്മുടെ ചെറുപ്പക്കാരികളും മാറി. അങ്ങനെ മാറുമ്പോൾ അവർക്ക് മതപഠനത്തിന്റെ കുറവല്ല, മറിച്ച് അതാണ് വിശുദ്ധ ഖുർആൻ മൂന്നാമതായിട്ട് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ വിഷയം അവിടെയാണ്. എന്തിന്റെ കുറവാണ് ഇവിടെ? എന്താ ഇവിടത്തെ കുറവ്? അല്ലാഹു പറയുകയാണ്, മസലുൽ ലദീന ഹുമ്മിലു തൗറാ ثم لم يحملوها كمثل الحمار يحمل أسفارا. സൂറത്തുൽ ജുമുഅയിൽ അല്ലാഹു പറയുകയാ, മസലുൽ ലദീന ഹുമ്മിലു തൗറാ ثم لم يحملوها كمثل الحمار يحمل أسفارا. പഠിച്ചത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്തവന് ഏട് ചുമക്കുന്ന കഴുതയാണെന്ന് വിശുദ്ധ ഖുർആൻ. ഇവിടുന്ന് നമ്മൾ 1 കിലോമീറ്ററോ 2 കിലോമീറ്ററോ ആകുമ്പോൾ MC റോഡിന്റെ ഹൃദയഭാഗമാകുന്ന ചടയമംഗലത്ത് ചെല്ലുകയാ. വയൽ കഴിഞ്ഞ് പോകുമ്പോൾ അതാ ചടയമംഗലം ടൗണിൽ ഒരു വലിയ ടാങ്കർ ലോറി കിടക്കുകയാ. ആളുകൾ തിങ്ങിക്കൂടി. എന്താ പ്രശ്നം? വണ്ടി അനങ്ങുന്നില്ല. എവിടെ പോകുന്നതാണ്? ആയൂരിലെ 2 പമ്പിലത്തേക്ക് എണ്ണ കൊണ്ടുപോവുകയാ. ആയൂര് ടൗണിലെ 2 പെട്രോൾ പമ്പിലത്തേക്ക് ആവശ്യമായ എണ്ണ അത് തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവരികയാ. എന്താ ഇവിടെ സ്റ്റോപ്പായത്? എണ്ണ തീർന്ന് വണ്ടി കിടപ്പിലായി. എണ്ണ തീർന്ന് വണ്ടി നിന്ന്. ഇനി അടുത്ത പമ്പിൽ പോയാലേ എണ്ണ അടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ മോളിൽ കിടക്കണതാ 2 പമ്പിലത്തേക്ക് ആവശ്യമായ ഡീസൽ. കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. മുകളിൽ 2 പമ്പിലത്തേക്ക് ആവശ്യമായ ടാങ്കറിൽ ഡീസൽ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കിടക്കേണ്ട ഈ വണ്ടിക്ക് ആവശ്യമായ ഒരു ചെറിയ ബോക്സിൽ കുറച്ച് എണ്ണമുണ്ടെങ്കിലേ ഈ വണ്ടി മുന്നോട്ട് പോകൂ. എന്റെ വാപ്പ ദുബായിൽ ഷെയ്ഖിന്റെ കൊട്ടാരത്തിലാണ്. എന്റെ മകന് ഹാഫിലാണ്. എന്റെ കയ്യിൽ എല്ലാ രാജ്യത്തെയും പിന്നെ കിതാബുകളുണ്ട്. എന്റെ ഖുർആൻ എന്റെ മൊബൈലിലും ഉണ്ട് ഉസ്താദേ, വീട്ടിൽ ഷെൽഫിലും ഉണ്ട്, അലമാരയിലും ഉണ്ട്, കട്ടിലും ഉണ്ട്, അടുക്കളയിലും ഉണ്ട്, സ്റ്റോറിൽ എല്ലായിടത്തും ഖുർആൻ ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉണ്ടാകേണ്ട നെഞ്ചകത്ത് ഖുർആൻ വേണം. ഉണ്ടാകേണ്ട നെഞ്ചകത്ത് ഖുർആൻ വേണം. ഇല്ലെങ്കിൽ ചടയമംഗലം ടൗണിൽ കിടന്ന ടാങ്കർ ലോറിയെ പോലെ ഇരിക്കും നമ്മൾ. മനസ്സിലാക്കിന് അള്ളാഹു പറയാ, പഠിച്ചെല്ലാം കൂടെ വെച്ചിട്ട് അമല് ചെയ്യാത്തവർ ഏട് ചുമക്കുന്ന കഴുതയെ പോലെയാ. ഒരു കഴുതയെ കൊണ്ടുവാ, എന്നിട്ട് ഈ റോട്ടിൽ നിർത്ത്. അതിന്റെ മുകളില് ഖുർആന്റെ തഫ്സീറുകൾ അടുക്കി വെക്ക്. തഫ്സീർ റാസി, തഫ്സീർ ഇബ്നു കസീർ, തഫ്സീർ ഖാസിന്, തഫ്സീർ സാവി, തഫ്സീർ ജലാലൈനി എന്ന് വേണ്ട ലോകത്തുള്ള എല്ലാ തഫ്സീറുകളും അടുക്കി വെക്ക്. എന്നിട്ട് സിഹാഖു സിത്തയുടെ ഹദീസ് ഗ്രന്ഥങ്ങൾ ബുഖാരി, മുസ്ലിം, അബൂ ദാവൂദ്, ഇബ്നു മാജ, തുർമുദി, നസായി ഇതെല്ലാം അങ്ങോട്ട് അടുക്കി വെക്ക്. എന്നിട്ട് കഴുതയോടെ നടക്കാൻ പറ. കഴുത സുന്ദരമായിട്ട് നടക്കും. എവിടെ പോകണം? കഴുത ചുമക്കാൻ മാത്രമുള്ളതാണ്. ആ കഴുത ചുമന്നു കൊണ്ടുപോകുമ്പോ കഴുതയ്ക്കറിയോ എന്റെ മുതുകത്തിരിക്കുന്നത് ഖുർആനാണ് എന്ന്? ഇല്ല. എന്റെ മുതുകത്തിരിക്കുന്ന ബുഖാരിയാണ് എന്ന് കഴുതയ്ക്കറിഞ്ഞൂടാ. എന്റെ മുതുകത്തിരിക്കുന്നത് ഓരോ ഹദീസുകൾ എഴുതാൻ നേരിട്ട് കുളിച്ച്, എന്നിട്ട് ഒളിവെടുത്ത്, എന്നിട്ട് കഅബ തവാഫ് ചെയ്ത്, എന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ച്, എന്നിട്ട് അപ്പറ പൂശി, എന്നിട്ടാണ് ഒരു ഹദീസ് എഴുതിയത്. വീണ്ടും അടുത്ത ഹദീസ് എഴുതാൻ വേണ്ടി കുളിച്ച്, എന്നിട്ട് വീണ്ടും തവാഫ് ചെയ്ത്, എന്നിട്ട് വീണ്ടും നിസ്കരിച്ചു, എന്നിട്ട് വീണ്ടും അപ്പർ പൂശി, വീണ്ടും അതാ ഒരു ഹദീസ് എഴുതി. അങ്ങനെ വളരെ ശുദ്ധിയോടുകൂടിയും വൃത്തിയോടുകൂടിയും ഭദ്രതയോടുകൂടിയും ഭയഭക്തിയോടും കൂടിയ വിശുദ്ധമായ ഹദീസുകൾ എഴുതിയത്. അങ്ങനെയുള്ള ഇമാമിങ്ങളുടെ ഹദീസാണ്. ലോകം മുഴുവനും അംഗീകരിക്കുന്ന ബുഖാരിയാണ് എന്റെ മുതുകത്തുള്ളത്. ഇവിടുത്തെ മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ്, സുന്നി എല്ലാവരും അംഗീകരിക്കുന്നതാണ് ബുഖാരി. അതെന്നെ മുതുകത്തിരിപ്പുണ്ട് എന്ന് കഴുതയ്ക്കറിഞ്ഞൂടാ. ആ കഴുതയ്ക്ക് ഇതൊന്നും അറിഞ്ഞൂടാ. കഴുത എന്താ? ചുമന്നുകൊണ്ട് പോകുന്നു. ആ ഒരു അവസ്ഥയല്ലേ ഇന്നുള്ളത്? അള്ളാഹു പറയുന്നു, നീ വെറും കഴുത തന്നെയാണ്. നിസ്കരിക്കണമെന്ന് പഠിച്ചു, നിസ്കാരമില്ല. നീ കഴുതയല്ലാതെ പിന്നെന്താ? നോമ്പ് പിടിക്കണമെന്ന് പഠിച്ചു, എന്നിട്ട് നോമ്പ് പിടിച്ചില്ല. നീ കഴുതയല്ലാതെ പിന്നെ ആരാ? ഇത് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് മൂന്നാമതായി അള്ളാഹു പരിചയപ്പെടുത്തിയത് മസലുൽ ഹിമാർ, കഴുതയെ പോലെയാ. ആ കഴുത ഏടുകൾ ചുമക്കും പോലെ ഇന്ന് നീ ഖുർആനും പഠിച്ച ഇൽമുകളുമായി നടക്കുകയാണ്. പക്ഷെ ജീവിതത്തിൽ അമലുകളില്ല. ഒരിക്കൽ അഷ്റഫുൽ ഖൽഖിനെ അലാ ജിബ്രീൽ, മീകായിൽ അലൈഹിമുസ്സലാം രണ്ടുപേരും കൂടി ഒരു സ്വപ്നത്തിലൂടെ ഒരു യാത്ര കൊണ്ടുപോവുകയാ.
മിഅ്റാജിന്റെ രാത്രിയിലെ യാത്ര അത് ശരീരത്തോടുള്ള യാത്രയാ. പലപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ സ്വപ്നത്തിലൂടെ യാത്ര നടത്തിയിട്ടുണ്ട്. അതാ കൊണ്ടുപോകുന്നു നബിയെ. ഒരു സ്ഥലത്ത് കൊണ്ടു ചെന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ കാണുകയാണ്, ചരിഞ്ഞു കിടക്കുന്ന ഒരാളെ കണ്ടു. തലയുടെ ഭാഗത്ത് വേറൊരാള് നിൽപ്പുണ്ട്. അയാളുടെ കയ്യിലോ ഭീമാകാരമായ പാറയാ. ഈ കിടക്കുന്നവന്റെ തലയിൽ ഇങ്ങനെ പാറ കൊണ്ടെറിയുകയാ. ആ തല പൊട്ടിപ്പിളർന്നിട്ട് ആ പാറ തെറിച്ചു പോകുന്നു. അയാൾ ഓടിച്ചെന്ന് പാറ എടുത്തുകൊണ്ട് വരുമ്പോഴേക്ക് ഈ തല പൊട്ടി തെറിച്ചവന്റെ തല പൂർവസ്ഥിതിയാകുന്നു. യമൂതു ഫീഹാ വലാ യഹ്യാ. അല്ലാഹു നരകത്തിന്റെ കാഴ്ചയാ കാണിച്ചു കൊടുത്തത്. നരകത്തിൽ ഇങ്ങനെയല്ലേ വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് കേൾക്കുന്നതാ. അതിന്റെ അർത്ഥം എന്താണ്? സുമ്മലാ യമൂതു ഫീഹാ വലാ യഹ്യാ. അല്ലാഹു പറയുന്നു, ജീവിതവുമില്ല മരണവുമല്ല. നരകത്തിൽ അങ്ങനെയാണ്. ഇവിടെ ഒരുത്തൻ 10 പേരെ കൊന്നവനെ ഒറ്റ കുത്തിന് കൊന്നാൽ അവന് 9 എണ്ണത്തിനെ കൊന്നത് ലാഭം. കാരണം അവൻ ഒരാളെ മരിച്ചുള്ളൂ, അവൻ കാരണം 10 എണ്ണം മരിച്ചു. പക്ഷെ നീതിന്യായ കോടതി ആഖിറത്തിലാണ്. അവനെ 10 തവണ കൊല്ലും. ഒരിക്കൽ കൊന്നിട്ട് ജീവൻ കൊടുക്കും, വീണ്ടും കൊല്ലും, ജീവൻ കൊടുക്കും. സുമ്മലാ യമൂതു. അവന് മരണമില്ല, വലാ യഹ്യാ, ജീവിതവുമില്ല. അതാണ് അല്ലാഹുവിന്റെ കോടതി. ഇവിടത്തെ സുപ്രീം കോടതിയല്ല, ഇവിടത്തെ ഹൈക്കോടതിയല്ല, ഇവിടത്തെ മുൻസിഫ് കോടതിയല്ല, ഇവിടത്തെ ഏതെങ്കിലും സ്പെഷ്യൽ കോടതിയല്ല. അല്ലാഹുവിന്റെ കോടതി അവിടെ കൃത്യമാണ്. ഞാൻ ചുരുക്കി പറയട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഞാൻ നോക്കുമ്പോ ഒരാള് കിടക്കുകയാണ്, അയാളുടെ തലയിൽ പാറക്കല്ല് കൊണ്ട് എറിയുന്നു. അയാൾ പാറക്കല്ല് തെറിച്ചു പോയത് എടുത്തുകൊണ്ട് വരുമ്പോഴേക്ക് തല പൊട്ടിപ്പെറിച്ചവന്റെ തല പൂർവസ്ഥിതി എത്തുന്നു. ഞാൻ സങ്കടത്തോടെ ചോദിച്ചു, ജിബ്രീൽ, ഈ കിടക്കുന്നതാരാ? ഈ ശിക്ഷിക്കപ്പെടുന്നതാരാ? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, റജുലുനെ അല്ലമഹുല്ലാഹുൽ ഖുർആൻ. അല്ലാഹു ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തൊരു മനുഷ്യനാ. ഫനാമ അൻഹു ബില്ലൈലി. അവന് രാത്രി കിടന്നുറങ്ങുന്നു. വലം യഅമൽ ഫീഹി ബിന്നഹാർ. പകലോ അവനെ അമൽ ചെയ്യാൻ തയ്യാറുമല്ല. 4 ദിവസത്തെ വാഴ്, ചതുർദിന പ്രഭാഷണം എല്ലാം കഴിഞ്ഞ് പോയി കിടന്നുറങ്ങുന്നു. പ്രസംഗിച്ചവൻ അവന്റെ വീട്ടിലുറക്കം, പ്രസംഗിപ്പിച്ചവൻ അവരുടെ വീട്ടിലുറക്കം, കേട്ടവരോ അവരുടെ വീട്ടിലുറക്കം. രാത്രി അവർക്ക് അമലുകളൊന്നുമില്ല. എന്നാ നേരം വെളുത്തോ തീരെയില്ല. യവനെയൊക്കെ നാളെ അല്ലാഹു കൊണ്ടുവരും. എന്നിട്ടോ അവനെ മലത്തി കിടത്തിയിട്ട് അല്ലാഹുവിന്റെ മലക്ക് അവന്റെ തലയിൽ പാറക്കല്ലെറിയലാ. യഫ്അലു ബിഹി ഇലാ യൗമിൽ ഖിയാമ. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെ തുടരുമെന്ന് ഇന്നേ വരെ തമാശയ്ക്ക് പോലും അതരങ്ങളിൽ നിന്ന് അസത്യത്തിന്റെ ലാഞ്ചന കടന്നു വരാത്ത ആമിനയുടെ പൊന്നുമോൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പഠിച്ചത് അമല് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി നാലാമത്തേത് അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. വിശദീകരണത്തിന്റെ ആവശ്യമില്ല. നാലാമത്തേത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഉത്തമ സമുദായമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരു ഉത്തമ സമുദായമാണെന്ന് പറയുമ്പോ നിങ്ങൾ എത്ര എന്നെക്കാൾ സമ്പത്തുള്ളവര്, എന്നെക്കാൾ വിവരമുള്ളവര്, എന്നെക്കാൾ പ്രായമുള്ളവര്, നിങ്ങളൊക്കെ ഇങ്ങനെ എന്റെ മുമ്പ് ഇരിക്കല്ലേ? ഞാൻ ഇങ്ങനെ പ്രസംഗിക്കാൻ എപ്പോഴാ നിങ്ങൾ എണീച്ചു പോകും? നിങ്ങൾ എല്ലാവരും കൂടി എണീറ്റ് അങ്ങ് പോയാലോ? ഞാനിത് അടുത്താ പ്രസംഗിക്കുക. നിങ്ങൾ നാട്ടുകാരെല്ലാം കൂടെ തീരുമാനിച്ചു ഇപ്പൊ എണീറ്റ് പോവാമെന്ന്. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം കൂടെ എണീറ്റ് അങ്ങ് പോയി. ഞാൻ പ്രസംഗിച്ചോണ്ട് നിൽക്കുക. ഞാനിതുവഴി വണ്ടി കയറി അങ്ങ് പോകും. പക്ഷെ ഞാൻ പോകാതെ നിങ്ങൾ പോകില്ല. അതൊരു അനുസരണയാണ്. പള്ളിയിലെ ഇമാമ് റുക്കോയിൽ കിടക്കുകയാണ്. പുറകില് മാമുമായിട്ട് ആരുണ്ട്? പ്രസിഡന്റ് ഉണ്ട്. ഞാൻ പ്രസിഡന്റ് അല്ലേ? ഇമാമ് ചിന്തിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കൂല. പ്രസിഡന്റ് അല്ലേ, ഇച്ചിരി കുഴപ്പമാണ്, കിടക്കട്ടെ 2-10 സെക്കൻഡ് കൂടെ എന്ന് ഇമാമ് ചിന്തിച്ച അവിടെ കിടക്കാനേ പറ്റൂ. ഇമാമ് തല പൊക്കിയാലേ തല പൊക്കാൻ പറ്റൂ. നമ്മളൊരു അനുസരണയുള്ള സമൂഹമാണ്. നമ്മൾ അനുസരണയുള്ളവരാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? അനുസരണം. മുസ്ലിം എന്ന് പറഞ്ഞാൽ അനുസരണയുള്ളവൻ.
പോലീസുകാരൻ വന്നിട്ട് എന്താന്ന് ചോദിക്കുമ്പോ പോടാ നിന്റെ ജോലിക്ക് മുണ്ട് മടക്കി കുത്തുന്നവനല്ല മുസ്ലിം. ഇവിടെ മുസ്ലിം എന്ന് പറഞ്ഞാൽ അനുസരിക്കേണ്ടവരെ അനുസരിക്കണം, അനുസരിക്കേണ്ടവരെ മാത്രം. എന്നിട്ട് പള്ളിയിൽ പോടാന്ന് പറഞ്ഞാൽ നീ എന്റെ ജോലിക്ക് പോടാന്ന് പറയണം. അത് മതപരമാണ്. നിസ്കരിക്കേണ്ടെന്ന് പറഞ്ഞാൽ നീ പോടാ നിന്റെ ജോലിക്ക് എന്ന് പറയാൻ കഴിയണം. കോപിക്കേണ്ടത് കോപിക്കാത്തവനോ ഹിമാറുൻ എന്ന് കാല ഷാഫി. ഷാഫി ഇമാം പറഞ്ഞ നമുക്ക് കഴുതയാണ്. കോപിക്കേണ്ടത് കോപിക്കണം, ദേഷ്യപ്പെടേണ്ടത് ദേഷ്യപ്പെടണം, പൂച്ചക്കുട്ടിയാവേണ്ടത് പൂച്ചക്കുട്ടിയാവണം, പുലിക്കുട്ടിയാകേണ്ടത് പുലിക്കുട്ടിയാകണം. അതുകൊണ്ടാണ് 100 എന്ന ഗ്രന്ഥത്തിൽ അഷ്റഫുൽ ഖൽഖിന്റെ പേര് ഒന്നാമതായിട്ട് കൊണ്ടുവന്നത്. കാരണം മൂസാ നബി അലൈഹിസ്സലാം അല്പം വീര്യം കൂടിയാളാ, ഈസാ നബി പച്ചപ്പാവ. അതുകൊണ്ട് രണ്ടുപേരെ പിന്നിലാക്കിയിട്ട് പച്ചപ്പാവാവേണ്ട സമയത്ത് പച്ചപ്പാവുകയും എന്നാൽ ചീറി നിൽക്കേണ്ട സമയത്ത് ചീറി നിൽക്കുകയും ചെയ്യുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹു. അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹു. രണ്ട് സ്വഭാവം നബിതങ്ങളിലുണ്ട്. സഹാബാക്കൾക്ക് പകർന്നു കൊടുത്തു, അവരിലുമുണ്ട്. അത് നമ്മൾ സ്വീകരിച്ച് നമ്മളിലുണ്ടാകണം. അപ്പൊ അതുകൊണ്ട് അനുസരണയാണ് അടുത്ത വിഷയം. മറക്കണ്ട, അനുസരണ ഇല്ലാത്തവനെ ഏത് കോലത്തിൽ അള്ളാഹ്ക്കിയെന്നറിയോ? അള്ളാഹു ഒരു വലിയ വെള്ളിയാഴ്ച പള്ളിയിൽ ജുമയ്ക്ക് പോടാന്ന് പറയുമ്പോ അവൻ പറയും വെള്ളിയാഴ്ചയാണ് ഇച്ചിരി കച്ചവടം നടക്കുന്നത്, അന്ന് ഞാൻ പള്ളിയിൽ പോയിരുന്ന എന്താ ചെയ്യാ? എടാ, അള്ളാഹു നിനക്ക് വെള്ളിയാഴ്ച മാത്രം കച്ചവടം തന്ന അള്ളാഹ് പരീക്ഷിക്കാൻ വേണ്ടി തന്നതാ. കാരണം ജുമാ ടൈമിൽ മാത്രം നിന്റെ കടയിൽ കച്ചവടം നടക്കുമെങ്കിൽ അള്ളാഹ് നിന്നെ പരീക്ഷിക്കുകയാണ്. വെള്ളിയാഴ്ച മുസൽമാനും ശനിയാഴ്ച ജൂതന്മാർക്കും ഞായറാഴ്ച ക്രിസ്ത്യാനികൾക്കുമാണ്. ശനിയാഴ്ച ജൂതന്മാർക്കാണ്. ജൂതന്മാര് പറഞ്ഞു ഞങ്ങൾക്ക് ശനിയാഴ്ച വേണം, എടുത്തോളി. പക്ഷെ ഒരു കാര്യം, അന്ന് നിങ്ങൾ അവര് സമ്മാക്കിങ്ങളാണ്, മത്സ്യബന്ധനം നടത്തുന്ന ആളുകളാണ് ആ പ്രദേശക്കാർ, ഐല നിവാസികൾ. അവരോട് അള്ളാഹു പറഞ്ഞു നിങ്ങൾ ശനിയാഴ്ച മീൻ പിടിക്കാൻ പോകരുത്, ബാക്കി ഏത് ദിവസവും പൊക്കോളാൻ പറഞ്ഞു. എന്നിട്ട് അള്ളാഹു ഒരു പരീക്ഷണം കൊടുത്തു. എന്താണെന്നറിയോ? ഏത് ദിവസം ചെന്നാലും ഒരു മത്സ്യത്തെ പോലും കാണാൻ കഴിയില്ല. പക്ഷേ നിരോധനത്തിന്റെ ദിവസം വന്നപ്പോ, ശനിയാഴ്ച ദിവസമായപ്പോ മീനതാ തുള്ളിച്ചാടുകയാ. വെള്ളത്തിന്റെ മുകളിലൂടെ തുള്ളിച്ചാടുന്ന മത്സ്യത്തിന്റെ വലിയ ശൃംഖല തന്നെ കാണാൻ പറ്റുന്നു. ഞായറാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ അതിനകത്തൊരു മത്സ്യത്തെയും കാണാനില്ല. ആകെ പ്രശ്നമായി അള്ളാഹു കൊടുത്ത പരീക്ഷണമാണ്. മീൻ പിടിക്കരുതെന്ന് പറഞ്ഞ ദിവസത്തിൽ മീനുണ്ട്, മീൻ പിടിക്കാൻ അനുവാദം കൊടുത്ത ദിവസങ്ങളിൽ മീനില്ല. പരീക്ഷണം വലുതാണ്. ആ സമയത്ത് കൂടിയാലോചന നടത്തി. നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. കൂടിയാലോചന നടത്തിയിട്ട് തീരുമാനിച്ചു ശനിയാഴ്ച മീൻ പിടിക്കരുതെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ഒരു കാര്യം ചെയ്യാം, ബാക്കി ശനിയാഴ്ച മാത്രമല്ലേ മീനുള്ളത്. ശനിയാഴ്ച നമുക്കൊരു ചാല് വെട്ടി വെച്ചേക്കാം, ഒരു ചാനൽ വെട്ടി ഇട്ടേക്കാം. മീൻ ഇങ്ങനെ പൊങ്ങിച്ചാടുമ്പോ ആ ചാനലിലൂടെ മീൻ ചാടി അപ്പുറത്ത് പോകും. ഞായറാഴ്ച രാവിലെ നമുക്ക് പിടിക്കാം, പ്രശ്നമില്ല. അങ്ങനെ തീരുമാനം എടുത്ത് എല്ലാവരും സമ്മതിച്ചു. അവിടെ കൗമ പല തട്ടായി, അത് വേറൊരു വിഷയം. അങ്ങനെ ഐലാ സമൂഹം മഹാന്മാരായ പ്രവാചകന്മാരെ നിഷേധിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ കാട്ടിൽ പറത്തിയപ്പോ, സഹോദരങ്ങളെ, ശനിയാഴ്ച അവര് മീൻ വരുന്ന ദിവസത്തിൽ ഒരു പ്രത്യേക ചാനൽ വെട്ടിയിടുകയാ. അന്ന് മീൻ തുള്ളിച്ചാടി മറ്റൊരു കുളത്തിലേക്ക് വീഴുകയും, ഞായറാഴ്ച ദിവസങ്ങളിൽ അവർക്ക്, ശനിയാഴ്ച ദിവസങ്ങളിൽ അവർക്ക് മീൻ പിടിക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ, അവർക്ക് പിടിക്കാൻ സൗകര്യപ്പെടുന്ന ദിവസങ്ങളിൽ അവർക്ക് മീൻ സുലഭമായി കിട്ടുന്ന ഒരു സാഹചര്യം വരുത്തിയപ്പോൾ അല്ലാഹു എന്ത് പരീക്ഷണമാണ് കൊടുത്തതെന്നറിയോ? വലഖദ് അലിംതുമുൽ ലദീന തദൗ മിൻകും ഫിസ്സബ്തി ഫഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസീ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 65-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാ, അല്ലാഹു പറയുന്നു അവരോട് കൂനൂ ഖിറദതൻ ഖാസീ, നിങ്ങൾ കുരങ്ങന്മാരായി മാറുക. അല്ലാഹുവിന്റെ വാക്ക് ധിക്കരിച്ചിട്ട് മതത്തിന്റെ വിഷയത്തിൽ ചാടിക്കളിച്ചപ്പോൾ അല്ലാഹു ചാടിക്കളിക്കുന്ന കുരങ്ങനാക്കി മാറ്റിയവരെ കൂനൂ ഖിറദതൻ ഖാസീ, അല്ലാഹു അവരെ കുരങ്ങന്മാരാക്കി മാറ്റുകയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്. അല്ലാഹുവിനെ
അനുസരിക്കാത്ത ധിക്കാരികൾക്ക് അല്ലാഹു കൊടുക്കുന്ന പാഠം ഇങ്ങനെയാ. അല്ലാഹ്ക്ക് കഴിവ് മാറിയിട്ടില്ല, അല്ലാഹ്ക്ക് കഴിവ് മാറിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ധിക്കാരം വേണ്ട, അനുസരണയുള്ളവരാകെ നമ്മൾ മാറുക. ഏത് സമയത്തും നമ്മൾ അല്ലാഹനെ അനുസരിക്കുന്നവരാവുക. എന്ത് അല്ലാഹ് അങ്ങനെ പറഞ്ഞില്ല, ഇങ്ങനെ പറഞ്ഞില്ല, അത് നമ്മൾ ചിന്തിക്കണ്ട. അല്ലാഹു നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ രണ്ട് കൈയും നീട്ടി നമ്മൾ തയ്യാറാവുക. സർവാധിനാഥനായ പടച്ചതമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ചിന്തിച്ചിട്ടും കാണേണ്ടത് കാണാതെ, കേൾക്കേണ്ടത് കേൾക്കാതെ, ചിന്തിക്കാത്ത ഖൗമിനെ അല്ലാഹു പരിചയപ്പെടുത്തിയത് അവര് നാൽക്കാലികളെക്കാൾ അതപ്പതിച്ചവരെന്ന. രണ്ടാമത് അല്ലാഹു തആല ദുനിയാവിന്റെ പിന്നാലെ പരക്കം പാഞ്ഞിട്ട് ദുനിയാവ് വെട്ടിപ്പിടിക്കാനുള്ള മോഹം കാണിച്ചവനെ അല്ലാഹു പരിചയപ്പെടുത്തിയതും നായ എന്നാണ്. സഹോദരങ്ങളെ, വീണ്ടും അല്ലാഹു തആല പഠിച്ചത് തന്റെ ജീവിതത്തിൽ അമൽ ചെയ്യാത്തവനെ അല്ലാഹു പരിചയപ്പെടുത്തിയത് കഴുത എന്നാണ്. വീണ്ടും അല്ലാഹു അനുസരണ ഇല്ലാത്തവനെ, അല്ലാഹുവിന്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് ധിക്കാരത്തോടെ പ്രവർത്തിക്കുന്ന അനുസരണ കെട്ടവനെ അല്ലാഹു പരിചയപ്പെടുത്തിയത് സഹോദരങ്ങളെ അല്ലാഹുവിന്റെ വാക്കാണ്. അവൻ വിശുദ്ധ ഖുർആൻ പറയുന്നു, കൂനൂ ഖിറദതൻ ഖാസിഈൻ, നിങ്ങൾ കൊരങ്ങന്മാരായി മാറുക, കൊരങ്ങന്മാരായി മാറുക. ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. സബത്തിന്റെ ആളുകൾ, അസ്ഹാബ് സബത്ത് എന്ന് പറയുന്ന ആ ഒരു വിഭാഗം കൊരങ്ങന്മാരായി മാറി.